ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, കേസുകൾ കുറേയായി. എന്നാൽ പോലും ഇതുവരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പോലീസുകാർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ജസ്ന സലീമിനെതിരെ? ഇതൊക്കെ ഞങ്ങൾക്കുള്ള സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഹൈക്കോടതി നിയമം ലംഘിച്ചതിന് എത്ര തവണ കേസെടുത്തിരിക്കുന്നു? എന്നിട്ടും എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല പോലീസ്? ഇതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് തന്നേ മതിയാവൂ. മതസ്ഥർക്ക് കയറിക്കൂടാ എന്ന് അവിടെയും എഴുതി വെച്ചിട്ടില്ല. ആകെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവരുടെ അമ്പലങ്ങളിൽ മാത്രമാണ്. അല്ലാതെ ഒരു മുസ്ലിം പള്ളികളിലും ഒരു ക്രിസ്ത്യൻ പള്ളികളിലും എഴുതി വെച്ചിട്ട് ആരും വിലക്കൂല. നമസ്കാരം, ഞാൻ ശോഭ സോമനാഥ്. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെ അനുകരിച്ചതാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും, ഏകദേശം കുറച്ച് പേർക്കേലും. ഇപ്പോൾ പുതിയൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ടേ. ലാപ്ടോപ്പാണ് ഇരിക്കുന്നത്, അതാ ജസ്റ്റ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ. പള്ളിയിൽ പോയി നോക്കിയതിന് ശേഷം പറയൂ. എല്ലാവരെയും വെല്ലുവിളിച്ചിരിക്കുക. നമ്മളെ പള്ളിയിൽ കയറിയിട്ടുള്ളതാ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. കുമ്പനാട് സ്ഥലം. കയ്യിലെണ്ണാവുന്ന കുറച്ച് പേര് ഹിന്ദുക്കൾ, ബാക്കിയെല്ലാം ക്രൈസ്തവർ. ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ അന്തസ്സായിട്ട്, നിന്നെപ്പോലെ ഒരു വർഗീയതയ്ക്ക് അവരും വരുന്നില്ല, ഞങ്ങളും പോകുന്നില്ല. ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ റീൽസ് എടുക്കാനല്ല ഞങ്ങൾ പോകുന്നത്. അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ. അല്ലാതെ നിന്നെപ്പോലെ തോന്നിവാസം ഞാൻ അവിടെ പോകുന്നുണ്ടേ എന്ന് 10 ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസ് എടുക്കാനല്ല ഞങ്ങൾ പോവാറുള്ളത്. നീ ഇപ്പം പറഞ്ഞല്ലോ പള്ളിയിൽ ആൾക്കാർ വരുന്നുണ്ട്. അവരോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഇപ്പം എന്താ പെട്ടെന്ന് മറുകണ്ണം ചാടിയത്? ഇവിടെയും നിലനിൽപ്പില്ലെന്നുള്ളത് മനസ്സിലായോ? അതുകൊണ്ടാണോ? എന്താണ് പ്രതികരിക്കാനുള്ളത്, എന്തിനെക്കുറിച്ചാണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ളതും ഏകദേശം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്നെക്കുറിച്ച് എന്തൊരു ന്യൂസ് വരുന്ന സമയത്തും ഹൈന്ദവരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ വന്നിട്ട്, അല്ലെ ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതും കമൻ്റ് ഇടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നീ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹൈന്ദവരായ കുറച്ച് സ്ത്രീകളല്ല, എല്ലാ സ്ത്രീകളും ഉണ്ട് നിനക്കെതിരെ. എൻ്റെ അമ്മ പോലും നിനക്കെതിരാണ് നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ പോലും. ഈ കുമ്പനാട് ദേശത്ത് ജനിച്ച് വളർന്ന എൻ്റെ അച്ഛൻ, എന്തിന് ഇച്ചിരിയുള്ള 5 വയസ്സുകാരനായ എൻ്റെ മകൻ പോലും വീഡിയോ കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്നോടിപ്പം അവൻ പറഞ്ഞത്, എന്തിനാ അമ്മ ആ ചേച്ചിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്? അമ്മ ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുക, പെയിൻറ്റിങ്സ് വല്ലതും ചെയ്യുക, അമ്പൂറ്റിയെ വരയ്ക്കുക. ആ വൃത്തികെട്ട ചേച്ചിയെക്കുറിച്ച് എന്തിനാ അമ്മ പറയുന്നത്? ആ വൃത്തികെട്ട ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ദോഷം കിട്ടും. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ചേച്ചിയാ ചേച്ചി എന്നാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞത്. എന്നിട്ടത് വകവെക്കാതെ നിനക്ക് റിപ്ലൈ തരുന്നത് ഹിന്ദു ആയതുകൊണ്ടും ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നത് നീയാണ്, അല്ല ഞങ്ങളല്ല. ഇപ്പം ലാസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താന്ന് വെച്ചാല്, നിങ്ങൾ എന്തിനാണ് ഈ അമ്പല പരിസരത്ത് പോകുന്നത്? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിട്ട് പിന്നെ റീൽ എടുത്തൂടെ? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിക്കൂടെ? നിങ്ങൾക്ക് പള്ളി കയറിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ഇങ്ങനെ. അവർ ചോദിച്ചതില്ല, ഞാൻ ഉൾപ്പെടെ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? പള്ളിയിൽ പോയിട്ട് നീ ഒരു റീൽസ് ഇട്ട് കാണിക്കാതെ എന്നിട്ട് നീ വന്നിട്ട് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുക. ഫസ്റ്റ് നീ പള്ളിയിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട. നീ ഇപ്പം പറഞ്ഞല്ലോ എപ്പോഴും സ്ത്രീകൾക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞല്ലോ.
അശ്വതിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നീ ഫസ്റ്റ് അത് ചെയ്ത് കാണിക്കുക. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കുക ജസ്ന സലീമേ. വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈന്ദവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നീ എന്നോടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇവിടെ പള്ളിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടൂറ് പോയ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഫോണും കീണും ഒന്നും ഉപയോഗിക്കാതെ ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് കയറിയത്. അവിടെ കയറുമ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോഴും യേശുപ്പച്ച, മാതാവേ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കാറ്. അല്ലാതെ റീൽസ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നീ കാണിക്കുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിന് കുറച്ച് സംസ്കാരം എന്ന് പറഞ്ഞ സാധനം വേണം. ഇത് സംസ്കാരം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടാത്ത നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? ശരിക്കും വർഗീയത ഉണ്ടാക്കുന്നത് ആരാ? നീയല്ലേ. ആദ്യം അവിടെ പോയി കേക്ക് മുറിച്ചതാരാ? ഞങ്ങളാണോ? നീയല്ലേ. അത് ചെയ്യേണ്ട കോടതി വിധി വന്നപ്പോൾ എന്തുവാ? റീൽസ് ചിത്രീകരണം പാടില്ല, കല്യാണം, ചോറൂണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉള്ള പ്രത്യേകത, അന്യ മതത്തിലുള്ളവർക്ക് കയറാൻ പറ്റില്ല. അത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. ഇത് നീ ജനിച്ചപ്പം കൂടെ പൊട്ടി പൊളിച്ചൊന്നുമല്ല, പണ്ട് മുതൽക്കേ ഉള്ളൊരു കാര്യമാണത്. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് ഉള്ളതാണ്. അപ്പം അങ്ങനെ അന്യമതസ്ഥർക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ നീ എന്തിനു പോയി കയറുന്നു? നീ എന്തിനു പോയി റീൽസ് ചെയ്യുന്നു? ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ നീ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ അല്ലാതെ നീ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നുമില്ല. നീ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടോ, കുഴപ്പമില്ല. ഇവിടെ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് യേശുപ്പച്ചിയുടെ ഫോട്ടോ, ഒരു കുഴപ്പമില്ല. മാരാമൺ കൺവെൻഷന് അച്ഛനും ഞാനും കൂടെ പോയി വാങ്ങിച്ചതാ, അറിയോ? അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകുമ്പം ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം പരമൻ്റെ തിരുമേനിയുടെ കുരിശടിയാണ്. അവിടെ അപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങാറുള്ളത്. ഇവിടെ എൻ്റെ ശ്രീരാമനെയും എൻ്റെ കൈലാസനാഥനെയും ഒന്നും വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരും ഉണ്ട്. നീ ഈ വിഷം ചീറ്റുന്ന പോലെ ഞങ്ങളാരും ചീറ്റുന്നില്ല. ബാക്കി കേൾക്കാം. പോകണം. ഞാൻ മതം വിട്ടൊരു വ്യക്തിയാണ്. എന്നിട്ടും ഞാൻ ആ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓർക്കുക. എനിക്ക് ആ മതത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ മതത്തിൽ എന്താ പറയുക, എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുറപ്പിച്ച് പറയും, തറപ്പിച്ച് പറയും. ഇത്രയും കഴിഞ്ഞ ദിവസം വരെ നീ എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ച് നീ എന്തെല്ലാം കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത്? അപ്പം അത് വില പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മറുകണ്ഠം ചാടി കളിക്കുക. നീ എന്ത് വിചാരിച്ചു? ഞങ്ങളൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നത് നിന്നെപ്പോലെ തന്നെ. അല്ലാതെ നീ പറയുന്നത് അതേപടി വിശ്വസിച്ച് ഇരിക്കാൻ ഞങ്ങൾ പൊട്ടരല്ല. അത് ഫസ്റ്റ് നീ മനസ്സിലാക്കണം ജസ്നെ. കളിച്ച് എങ്ങോട്ടാ കയറിപ്പോകുന്ന നീ? രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന എല്ലാ പരിപാടിയും ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ. കൊള്ളാവല്ലോ നീയാള്. നാണവും മാനവും തൊട്ട് തീണ്ടാത്ത നിന്നോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും പറഞ്ഞു പോകുന്നത് ഓരോ കാണിച്ചു വെക്കുന്ന കൂത്ത്. ഈ വീഡിയോയ്ക്കടിയിൽ എത്ര പേരെ അടി വന്നിട്ട് കമൻ്റ് ഇട്ടേക്കുന്നേ? ഇതിന് തൊട്ട് താഴെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടത്തിന് കമൻസ്. നീ കമൻസിന് റിപ്ലൈ തരുന്നില്ല. എൻ്റെ കമൻസിന് എന്താ നീ റിപ്ലൈ തരാത്തെ?
അതിനുള്ള തൻ്റെ ഇടവില്ലേ? മുട്ടിടിക്കുമോ നിനക്ക്? ഇങ്ങനെ ഇങ്ങനെ മുട്ടിടിക്കുമോ നിനക്ക്? ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കടി. ഷൈൻ ചേച്ചിയെയും ലസ്ത പാലക്കലിനെയും പ്രിയ ചേച്ചിയെ അങ്ങനെ എല്ലാവരെയും വെല്ലുവിളിക്കുക. പള്ളി കയറിയിട്ടുണ്ടോ? പള്ളിയിൽ നിന്ന് നേരെ പറയാനറിയത്തില്ല, ഒന്നും പറയാൻ നേരെ ഇംഗ്ലീഷിലൊരു വാക്ക് പോലും നേരെ പറയാനറിയാത്ത വ്യക്തിയാണ് വന്നിട്ട് ഇരുന്ന് കൊണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കയറിയിട്ടുണ്ട്, ഇനിയും കയറും, പ്രാർത്ഥിക്കും. കാരണം നിന്നെപ്പോലെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ കയറുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? അത്രയ്ക്ക് പൊട്ടിയാണോ? കുറച്ചേരം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇത് അതും ഇല്ലാതായിക്കയില്ല. ഇസ്ലാം മതത്തിൽ മാത്രമല്ല ജസ്ന, ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്ന് തന്നെയാണ്. അല്ലാതെ അതിൽ വ്യത്യാസമൊന്നുമില്ല. നീ എന്താ വിചാരിച്ചേ? ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിൻ്റെ പുറകെ വാലെ തൂങ്ങി വരുമെന്നോ? വരത്തില്ല ആരും. ഞങ്ങൾ വർഗീയത ഉണ്ടാക്കുന്നില്ലല്ലോ, നീയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനതിനല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അതെങ്ങനെ അപ്പം വർഗീയതയാവുന്നേ? ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി ചോദിച്ചിട്ട് മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസ്കാരമുള്ളവരായതുകൊണ്ട് ഞങ്ങൾ റീൽസ് എടുക്കാൻ നിൽക്കത്തില്ല. അത് ഞാൻ പള്ളിയിൽ പോയെന്നും പറഞ്ഞ് റീൽസ് എടുത്ത് കാണിക്കാൻ നിൽക്കത്തില്ല 10 ആൾക്കാരെ. നിനക്ക് റീച്ച് വേണം, നെഗറ്റീവ് പബ്ലിസിറ്റി വേണം, ഇതെല്ലാം ഒക്കെയല്ലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ടല്ലേ നീ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. ഇപ്പം പതിയെ പ്ലേറ്റ് മാറ്റി നോക്കുക. ഇവിടെ പള്ളിയിൽ എല്ലാവരും പോകാറുണ്ട്, ഞാൻ ഉൾപ്പെടെ പോകാറുണ്ട്. പരമന തിരുമേനിയുടെ ആ പള്ളിയിൽ എത്ര ഹിന്ദുക്കൾ പോകുന്നുണ്ട് അത് നിനക്കറിയോ? വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള അമ്പലമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ പണ്ടേ ഉള്ള ഒരു കാര്യമാണ് അന്യമതസ്ഥർക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളത്. നിന്നെപ്പോലെ അഹങ്കാരം കാണിക്കാമെന്നുണ്ടായിരുന്നെങ്കിൽ യേശുദാസ് സാറിന് എപ്പോൾ വേണേലും കയറി ചെല്ലാമായിരുന്നു. പക്ഷെ ആ കണ്ണന് ഒരു വില കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് ആ നിയമം തെറ്റിച്ച് കയറാതെ അതിൻ്റെ പരിശുദ്ധി ആ മഹാനായ വ്യക്തി കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നിനക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും നീ കണ്ണനെ കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ആ കമൻറ്റ്, ആ ഗുരുവായൂർ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ആ വീഡിയോസിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസ് നീ തന്നെ ഒന്ന് എടുത്ത് നോക്ക്. കുറച്ച് ലേശം ഉളുപ്പുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ ഈ വർഗീയത ഉണ്ടാക്കുന്ന പരിപാടി നിർത്താൻ പറ്റില്ലേ? നീ അത് ഉണ്ടാക്കാനല്ലേ നോക്കുന്നത്? 2 മതങ്ങളെ എങ്ങനെയും തമ്മിൽ തല്ലിക്കണം. അതിന് ഞാൻ എന്ത് വേണേലും ചെയ്യും. നിനക്ക് സപ്പോർട്ടീവായിട്ട് ആരോ ഒരാളുണ്ട്, അതുറപ്പാ. നീ മതം വിട്ടു എന്ന് പറയുന്നു, പകുതി മുക്കാലും ഞാൻ വിട്ടു എന്ന് ഇപ്പം തൻ്റെ വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ നീ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് തന്നെ ഞാൻ പറയും. അതിനിപ്പോൾ എന്താ? നിങ്ങൾ കലാപം ഉണ്ടാക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കും. നിങ്ങളുടെ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ നീ കാണിച്ച കൂത്തുകൾ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നാളെ വലിയൊരു പ്രശ്നമാവും. ഇന്ത്യൻ ഹിസ്റ്ററി നീ ഒന്ന് എടുത്ത് നോക്ക് പൊട്ടിക്കളി. നിനക്കറിയത്തില്ലയോ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഹിന്ദു മുസ്ലിംസ്? നീ അതൊന്നും പഠിച്ചിട്ടില്ല. നിനക്ക് ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ല, അതിൻ്റെയാണ് നീ കാണിക്കുന്നത്. എവിടെയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഹിസ്റ്ററി ബുക്ക് നീ കണ്ടിട്ടുണ്ടോ? നിൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടല്ലോ, അവരുടെ ഹിസ്റ്ററിയുടെ ബുക്കൊന്ന് എടുത്ത് വായിച്ചു നോക്ക് നീ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്.
അതൊക്കെ നോക്കാതെ ഇരുന്ന് വളാന്ന് വായിട്ടടിക്കാതെ. മൂത്തവരെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാ മതത്തിലും ഉള്ളതാണ്. നീ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഉസ്താദന്മാരായിക്കോട്ടെ, അമ്പലത്തിലെ തിരുമേനി ആയിക്കോട്ടെ, പള്ളിയിലെ അച്ഛനായിക്കോട്ടെ, അവർക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ സമൂഹത്തിലുണ്ട്. അവിടെ ഇറച്ചി മീനും കൂട്ടി അതും പ്രശ്നമില്ല. അവിടെ ഇറച്ചി മീനും കൂട്ടി അത് പ്രശ്നമല്ല, ശരി, നിങ്ങളുടെ നിയമപ്രകാരം ശരിയാ. പക്ഷേ ഇവിടെ ഹിന്ദു ആചാരപ്രകാരം ഈ പറയുന്ന മീനും ഇറച്ചിയും മുട്ടയും കഴിച്ചിട്ട് ആരും അമ്പലത്തിൽ കയറാറില്ല. അത് 1 മണിക്കൂറായിക്കോട്ടെ, 2 മണിക്കൂറായിക്കോട്ടെ. ഞാനൊക്കെ അമ്പലത്തിൽ പോകാമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇറച്ചി മീനും കൂട്ടാറേ ഇല്ല, മുട്ടയും കൂട്ടത്തില്ല. അന്നത്തെ ദിവസം തലേ ദിവസം മുതൽക്കേ കൂട്ടത്തില്ല. എന്നിട്ടേ ഞങ്ങൾ അമ്പലത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുമ്പം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരാരാണോ അവർ വർഗീയ കലാപം ഉണ്ടാക്കുക. അവൾ ഒരു കലാപവും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ജസ്ന സലീമൊക്കെ ജനിക്കുന്നതിന് മുൻപേ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഉള്ളതാണല്ലോ, അറിയാത്തതൊന്നുമല്ലല്ലോ. പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ഏർപ്പാടല്ല ജസ്നെ. നീ പിന്നെ നടപ്പന്തലിൽ കൂടെ സെൽഫി ഇതുപോലെ പിടിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചോണ്ട് വരുന്നത് കണ്ടായിരുന്നു ഞാൻ. അത് ഞങ്ങളെ വെല്ലുവിളിച്ചോണ്ടല്ലേ? എന്തേ വെല്ലുവിളിച്ചിട്ടല്ലേ ജസ്നെ? നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഞങ്ങൾ വിചാരിച്ചാലും പറ്റും, പക്ഷെ ഞങ്ങൾ ചെയ്യാത്ത എന്താണെന്നറിയോ? നിന്നെപ്പോലെ അത്ര വൃത്തികെട്ട വർഗമല്ല ഞങ്ങൾ. നിന്നെപ്പോലെ ഉള്ള ഈ വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾക്കില്ല. ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഇല്ലെങ്കിൽ നിനക്ക് പകരം റീൽസും എടുത്ത് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്കും കയറാം പള്ളിയിൽ. അതേത് പള്ളി ആയിക്കോട്ടെ, കയറി ചെയ്യാം. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തത് ഏത് മതമാണേലും ആ മതത്തിന് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പള്ളിയിലും കയറി പ്രശ്നം ഉണ്ടാക്കാതെ ഒതുങ്ങി മര്യാദയ്ക്ക് നടന്നു പോകുന്നത്. നീ ഒതുങ്ങും തോന്നും പിന്നെയും തല കയറാൻ വരിക. അപ്പം പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടല്ലേ കോടതി പോലും ഈ കേസെടുത്തതും ഇങ്ങനൊരു വിധി വന്നതും. നീ കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല. മതത്തിൽ നിന്ന് പോകുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക്. അവൾ തന്നെ ഉള്ള സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ തന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ കേട്ടാൽ ഭ്രാന്ത് പിടിക്കും. ചാവാലി പട്ടികൾക്ക് പോലും ഉണ്ട് കുറച്ചൊരു മാന്യതയും സംസ്കാരം. അതുപോലും കാണിക്കാനുള്ള കഴിവില്ലാത്തൊരു സ്ത്രീ. അല്ലാതെ വേറെന്താ പറയുക? എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കതേ പറയാനുള്ളൂ.